മരണം. എന്താണ് വിവരങ്ങൾ? ദിൽന, ദയാവധത്തിന് അനുമതി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വ്യക്തി ഹരീഷ് റാണ അന്തരിച്ചിരിക്കുന്നു. ഡൽഹി എയിംസ് ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 13 വർഷമായി അബോധാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഹരീഷ് റാണ. രാജ്യത്തെ ആദ്യത്തെ ഔദ്യോഗിക ദയാവധമാണ് ഡൽഹി എയിംസിൽ പൂർത്തിയായിരിക്കുന്നത്. 4 ദിവസം മുമ്പാണ് ഈ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവുണ്ടായ പശ്ചാത്തലത്തിൽ ഈ ഹരീഷ് റാണയുടെ ദയാവധത്തിനായുള്ള നടപടികൾ ആരംഭിച്ചത്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വേദനാരഹിതമായ മരണം ഉറപ്പാക്കുന്നതിനായി ഹരീഷിന് നൽകി വരുന്ന ഭക്ഷണ ട്യൂബ് മാറ്റിയതായും മരുന്നുകൾ നൽകുന്നത് തുടരുന്നതായും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഘട്ടം ഘട്ടമായി ഓക്സിജൻ, ഭക്ഷണം എന്നിവ ഒഴിവാക്കി സ്വാഭാവികമായ അന്ത്യം ഉറപ്പാക്കുന്നതായിരുന്നു ഈ നടപടികൾ. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ എയിംസ് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 2013 പഞ്ചാബ് സർവകലാശാലയിൽ പഠിക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്നും വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ 13 വർഷമായി ഹരീഷ് റാണ കോമയിൽ തുടരുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് ദയാവധത്തിന് അനുമതി തേടിക്കൊണ്ട് കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. 2018 സുപ്രീം കോടതി ദയാവധത്തിന് നിയമസാധുത നൽകിയ ശേഷം ആദ്യമായാണ് കോടതി ഉത്തരവിലൂടെ ഈ ദയാവധത്തിനുള്ള അനുമതി ലഭിച്ചത്. ഹരീഷ് റാണയുടെ കേസിലാണ്. ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ദയാവധത്തിന് അനുമതി നൽകിയത്. വളരെ വൈകാരികമായ ഒരു വിധി പ്രസ്താവനയാണ് ഹരീഷ് റാണയുടെ ദയാവധവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി നടത്തിയിരുന്നത്. എന്തായാലും രാജ്യത്തെ ആദ്യ ദയാവധം അത് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. 13 വർഷമായി കോമയിൽ കഴിയുകയായിരുന്ന ഹരീഷ് റാണയ്ക്ക് ഒടുവിൽ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. ദിൽന, എന്തായാലും 2018 പാസീവ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഈ പറഞ്ഞ ദയാവധം നിയമവിധേയമായതാണ്. പക്ഷെ അത്തരത്തിലൊരു ദയാവധം ആദ്യമായാണ് ഇപ്പോൾ ഈ പറയുന്ന ഹരീഷ് റാണയുടെ കാര്യത്തിലാണ് സംഭവിക്കുന്നത്. ഘട്ടം ഘട്ടമായി തന്നെയായിരുന്നു ദയാവധം നടപ്പിലാക്കിയത്. ബൽറാം നടുകടയാണ് ചെയ്യുന്നത്. ബൽറാം, ഒരു നീണ്ട നിയമവ്യവഹാരം ഇതിന്റെ പിന്നിലുണ്ട്. നിയമം പാസ്സായതിന് പിന്നാലെയും ഒരാൾക്ക് ഏത് ഘട്ടത്തിൽ എപ്പോൾ ദയാവധം അനുവദിക്കാനാകുമെന്ന ചോദ്യം പല ആവർത്തി ഉയർന്നിരുന്നു. ഒരാളുടെ മരണം തീരുമാനിക്കുന്ന ആരെന്ന ചോദ്യം പോലും നിയമവ്യവഹാരത്തിന് മുന്നിൽ വന്നിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുക്കമാണ് ഒരു നീണ്ട നിയമവ്യവഹാരത്തിനൊടുവിൽ ഇപ്പോൾ ഹരീഷ് റാണയ്ക്ക് ദയാവധം അനുവദിച്ചതും അതിന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി ഓരോ ലൈഫ് സപ്പോർട്ടുകൾ പിൻവലിച്ചുകൊണ്ട് ദയാവധം നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ദയാവധം അനുവദിക്കുന്ന ഘട്ടത്തിൽ കോടതി പ്രധാനമായും നിരീക്ഷിച്ചത്? സുഹൈൽ, ഏറെക്കാലം രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ദയാവധം. മറ്റ് പല രാജ്യങ്ങളിലും ദയാവധം നിയമവിധേയമായെങ്കിൽ പോലും ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു. പ്രധാനമായും എങ്ങനെയാണ് ഒരാളുടെ മരണം മറ്റുള്ളവർക്ക് നിശ്ചയിക്കാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയായിരുന്നു ഉയർന്ന ചോദ്യം. എന്നാൽ 2018 ദീർഘകാലത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അല്ലെങ്കിൽ തർക്കങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി ദയാവധത്തിന് നിയമസാധുത നൽകുന്ന തീരുമാനം എടുത്തത്. അതിനുശേഷം ഈ ഒരു ദയാവധം അത് നടപ്പാക്കുന്ന ആദ്യ കേസാണ് ഈ ഹരീഷ് റാണയുടേത്. യന്ത്രസഹായത്തോടെ മാത്രം ജീവൻ നിലനിർത്തുന്നതിൽ അർത്ഥമില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്. ഏറെ വൈകാരികമായ ഒരു വിധി പ്രസ്താവനയായിരുന്നു ഹരീഷ് റാണയുടെ കേസ് പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത്. എന്തായാലും ആ ദയാവധം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇതോടെ രാജ്യത്തെ ആദ്യ ദയാവധം കൂടി നടപ്പിലായിരിക്കുകയാണ്. ശരി, മാന്യമായൊരു മരണം മകൻ അനുവദിക്കണമെന്നതായിരുന്നു രക്ഷിതാക്കളുടെ ആവശ്യം. അങ്ങനെയാണ് അവർ കോടതിയെ സമീപിച്ചത്. ഒടുവിൽ വിധി വന്നു. കഴിഞ്ഞ മാർച്ച് 11 ഇതാ ഇപ്പോൾ അത് നടപ്പിലാക്കപ്പെടുകയും ചെയ്തു. രാജ്യത്തെ ആദ്യ ദയാമരണം.